ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇന്ന് പെസ വ്യാഴാഴ്ചയായിട്ട് എല്ലാവരും പള്ളിയിലൊക്കെ പോയല്ലോ. അപ്പോൾ നാളെ ദുഃഖ വെള്ളിയാഴ്ചയാണ്. നാളെയും പള്ളിയിലൊക്കെ പോകാൻ എല്ലാവരും തയ്യാറെടുത്തിരിക്കുമായിരിക്കും അല്ലേ. എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ടൗണിലേക്ക് ഇറങ്ങുന്നത് ആദ്യമായിട്ടോ. എനിക്ക് എല്ലാവരോടും അഭിമാനത്തോടെ പറയാൻ പറ്റും കേട്ടോ, ഞാൻ കോട്ടയത്തെ പുതുപ്പള്ളിക്കാരിയാണെന്ന്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ നാട്ടുകാരിയാണെന്ന് പറയുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ കാര്യം അതൊന്നുമല്ല. ഞാനും അമ്മയും കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. മുന്നത്തെ വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചിയൊക്കെ പഞ്ചാബിലാണെന്ന്. അവിടുത്തെ ഒരു സ്കൂളിലാട്ടോ വർക്ക് ചെയ്യുന്നത്. ഈ ഷോപ്പിംഗ് മെയിനായിട്ട് അവർക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ത്രെഡ് ചെയ്യണമായിരുന്നു, അതുപോലെ തന്നെ ഒരു മേക്കാത് ഉണ്ട്. ആ മേക്കാത് മാറിയിട്ട് പുതിയൊരു മേക്കാത് എടുത്തിട്ട് മേക്കാത് കുത്തണമായിരുന്നു. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അതിനുവേണ്ടി കയറിയത് ജോസ്കയിലായിരുന്നു. മേക്കാത് കുത്തുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നർമ്മദയിലേക്ക് കേട്ടോ. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അല്ലറ ചില്ലറ ഷോപ്പിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നർമ്മദയിൽ കയറിയത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ട് നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറിയതാണ്. കയറി നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അതുപോലെ ഇറങ്ങാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും തന്നെ അവിടെ തന്നെ കിട്ടിയായിരുന്നു. ആദ്യം ഞങ്ങൾ പോയത് ചേച്ചിക്ക് വേണ്ടി ഒരു ഹൗസ് സാരി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും ഒരു ഐഡിയ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഫോണിൽ ഞാൻ കുറച്ച് ഹൗസ് സാരിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരെ കാണിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഹൗസ് സാരി അവർക്ക് വേണ്ടി എടുത്തു കേട്ടോ, സെലക്ട് ചെയ്തു. കൂടുതൽ ചേച്ചിയുടെ മോക്ക് വേണ്ടിയിട്ട് മമ്മിയുടെ വകയും അതുപോലെ രണ്ടാമത്തെ ചേച്ചിയുടെ വകയും ഒക്കെ ആയിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അതുമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ബില്ലൊക്കെ അടിക്കാനായിട്ട് കൊടുത്തു. എനിക്ക് 2 ചേച്ചിമാരും ഒരു അനിയനാണ് ഉള്ളത്. അവരാരും ഇപ്പോൾ നാട്ടിലല്ല, എല്ലാവരും പല കാര്യങ്ങളായിട്ട് വെളിയിൽ കേട്ടാണ്. ഞാൻ മാത്രമേ ഇപ്പോൾ നാട്ടിലുള്ളൂ കേട്ടോ. എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു ഓട്ടോ പോലും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഒരു വിധത്തിൽ നടന്നിങ്ങെത്തി കേട്ടോ. വന്ന മഴ ഞാൻ കയറി ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ.